വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നിങ്ങൾ പലപ്പോഴും ലൈഫിൽ മീറ്റ് ചെയ്തിട്ടുള്ള പല ആളുകളുണ്ടാവില്ലേ, അതിലൊന്നാണ് ചില ഒരു കാറ്റഗറി ഉണ്ട്, അതായത് മാനിപ്പുലേറ്റർ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാട്ടോ. അതായത് എങ്ങനെ ഈ മാനിപ്പുലേഷൻ കണ്ടുപിടിക്കാം, അതായത് എങ്ങനെ ഡീൽ ചെയ്യാം, അങ്ങനെയുള്ള ആളുകളുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് മാനിപ്പുലേഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് വെൻ സമ്മൺ ട്രൈസ് ടു കൺട്രോൾ യുവർ തോട്ട്സ്, അതായത് നിങ്ങൾ ചിന്തകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ, അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡിസിഷൻസ് ഫോർ ദെയർ ബെനിഫിറ്റ്, അതായത് നിങ്ങളുടെ തീരുമാനങ്ങളെ പോലും കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി നിങ്ങളുടെ തീരുമാനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മാനിപ്പുലേറ്റേഴ്സ് എന്ന് പറയും. ഇതിനിപ്പോൾ ഒരു നിസ്സാരം ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ BEd ഞാൻ കണ്ടിട്ടുള്ളൊരു വ്യക്തി, പേരൊന്നും പറയുന്നില്ല, പക്ഷെ എനിക്കത് ആദ്യമൊന്നും മിന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ പുള്ളി ഇത്ര മാനിപ്പുലേറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള ആളാണെന്ന് എനിക്കത് മിന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വേറൊരു കുട്ടി വഴിയാണ് ഞാൻ അറിഞ്ഞത്. അത് ഒരു കാര്യം കാണലിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ സുഖിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആ ക്ലാസ് റൂമിൽ അതെല്ലാവരും തിരിച്ചറിഞ്ഞത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. അതായത് ഈ മാനിപ്പുലേഷൻ എങ്ങനെ പോകുന്നത് വെച്ചാൽ, ഒന്ന് നമുക്ക് ഓരോ സ്കൂൾസ് ഇങ്ങനെ പറയും, അതായത് ഇങ്ങനെ സ്കൂളുകൾ തരും, അതായത് എവിടെ പോകണം, അതായത് ഇത്ര ലിമിറ്റഡ് സ്റ്റുഡൻസ് ആയിരിക്കും ഓരോ സ്കൂളുകളിലേക്ക് ഇൻറ്റേൺഷിപ്പിന് പോവുക. അപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാളുടെ കൂടെ ഒരാൾ വേണം. അതിനുവേണ്ടി മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെയും വേറൊരു കൊച്ചിനെയും കൂടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ബട്ട് അത് നമുക്കറിയില്ലായിരുന്നു, നമുക്കും വേറെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ അതിലിങ്ങനെ പോകാനായിട്ട് നോക്കി. പിന്നെ പുള്ളിക്ക് വേറെ ആൾക്കാർ അവിടെ കമ്പാനിയൻസായിട്ട് കൂടെ കിട്ടിയെന്ന് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേണ്ട, ഇതിപ്പോൾ അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയും. ഇതിൽ ഒരു കാര്യം മെയിനായിട്ട് ഇവർ ചെയ്യുന്നത്, ഇവരുടെ വേറൊരു വശം നോക്കണം, നന്നായി സുഖിപ്പിച്ചിട്ട് കാര്യം കാണും. ബട്ട് അത് ആദ്യം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക, അത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നമ്മളത് റിയലൈസ് ചെയ്യുക. ഇനി കുറച്ച് സയൻസ് ഓഫ് മാനിപ്പുലേറ്റീവ് പീപ്പിൾ ഉണ്ട് കേട്ടോ. അതായത് ഇനി ഇവരുടെ കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ദേ മേക്ക് യു ഫീൽ ഗിൽറ്റി ഈസിലി, അതായത് നമുക്കുള്ളിലൊരു കുറ്റബോധം തോന്നിക്കാനുള്ളൊരു കഴിവ് അവർക്ക് നല്ലോണം ഉണ്ടാകും. ഗിൽട്ട് ഫീലിംഗ് ഇപ്പോൾ തോന്നിക്കുകയാണ്. അതായത് ഇപ്പോൾ എന്നോട് ഇങ്ങനെ ഒരാൾ വന്ന് പറയണം, അത് നിൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്, സീരിയസ്ലി അത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഒന്നും ആവണം എന്നില്ല, അതുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ പറയണം അത് നിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ആ ഗിൽട്ട് ഫീലിംഗ് എൻ്റെ ഉള്ളിൽ വന്നിട്ട് ആ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, അപ്പോൾ ഏതൊരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ ആ ഒരു ഇതിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മുടെ വാക്കുകൾ ട്വിസ്റ്റ് ചെയ്ത് സംസാരിക്കും, അതായത് ട്വിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അതായത് ട്വിസ്റ്റ് ചെയ്ത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി, അവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടി അത് ട്വിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെയാണ് അറിയുന്നത് വിക്ടിം കാർഡ് കളിക്കുക, അതായത് ദേ പ്ലേ ഓൾവേസ് വിക്ടിം, അതായത് വിക്ടിം കാർഡ് കളിക്കുന്നത് കുറച്ച് കൂടുതലായിരിക്കും. നിശബ്ദമായി നിന്നുകൊണ്ട് അവർ സൈലൻ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് തരും. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ മുമ്പിലും ഇല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ മാനിപ്പുലേറ്റർക്ക് ഒരു വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നൈസായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് എന്തെങ്കിലും കിട്ടുന്നത് വരെ, അതായത് കാര്യം കാണുന്നത് വരെ മാനിപ്പുലേറ്റർ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നൈസ് പേഴ്സണാലിറ്റി ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും. കാര്യം കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പില്ല, അതായത് ആവശ്യമില്ല, അങ്ങനത്തെ ഇതിലാണ് മാനിപ്പുലേറ്റേഴ്സ് ചെയ്യുന്നത്. ആൻഡ് ഹൗ ഇറ്റ് അഫക്ട്സ് യു. ഇനി ഒരു വ്യക്തി എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു, ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ എനിക്ക് വരുന്ന മാനിപ്പുലേഷനിൽ വരുന്ന കൺഫ്യൂഷൻസ് വരും അല്ലേ. ഇപ്പം എനിക്ക് കൺഫ്യൂഷൻസ് വരും. ചില ഇപ്പോൾ ഇതിപ്പോൾ രണ്ട് വ്യക്തികളാണെന്ന് വിചാരിക്കുക, ഈ ഫിംഗറിനോട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇതിനൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഇത് ലോ കോൺഫിഡൻസ്, ഓവർ തിങ്കിങ്, ഫീലിംഗ് ലോ ആൻഡ് ഓൾവേസ് തിങ്കിങ് നമ്മളാണ് തെറ്റ്. ഈ മാനിപ്പുലേറ്റ് ചെയ്ത ആളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ഭാഗത്താ മിസ്റ്റേക്ക്, അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കഴിവ് വരും. കഴിവല്ല, അതൊരു കഴിവ് കേടാണ് കേട്ടോ. ഞങ്ങൾ കാര്യം പറയാം, തിരിച്ചറിയാൻ നമ്മൾ പഠിച്ചേ പറ്റൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹൗ ടു ഡീൽ വിത്ത് ദം, ഇങ്ങനെയുള്ള ടോക്സിസിറ്റി ഉള്ള ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നല്ല ബൗണ്ടറി അങ്ങോട്ട് സെറ്റ് ചെയ്യുക, മനസ്സിലായോ? സോഫ്റ്റ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. പെട്ടെന്ന് അത് പോസിബിൾ ആവില്ല, നല്ല ബൗണ്ടറി സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവരോടൊന്നും ഒരു കാര്യങ്ങളും ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകരുത്. വേറെ എന്ത് കാര്യങ്ങൾ സംസാരിച്ചാലും
നമ്മുടെ കാര്യങ്ങൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകരുത്. പിന്നെ സ്റ്റേ കാം, അതായത് കാമായിട്ട് ഇരിക്കാൻ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ കാമായിരിക്കുന്നതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇമോഷണൽ റിയാക്ഷൻസ് കിട്ടിയിട്ട് അതിൽ നിന്ന് എന്തോ ഒരു പ്ലഷർ കിട്ടുന്നുണ്ട്, മനസ്സിലായി? അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി നിന്ന് കൊടുക്കാതിരിക്കുക. അതാണ് മാനിപ്പുലേറ്റേഴ്സിനെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. അതായത് നമുക്കുള്ളിൽ വരുന്ന എന്ത് ഫീലിങ്സ് ആണെങ്കിലും ഒന്നില്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സ്, ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയോട് ദേഷ്യമാണ് തോന്നുന്നതെങ്കിൽ യെസ്, എനിക്ക് വരുന്നൊരു നാച്ചുറൽ ഫീലിംഗ് ആണിത് എന്ന് പറഞ്ഞിട്ട് അത് ട്രസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സിമ്പതിയാണ് തോന്നുന്നതെങ്കിൽ അതെൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഇമോഷനാണ്, അപ്പം അതങ്ങ് എന്ത് ചെയ്യുക, അതങ്ങ് ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ഇമോഷൻസിനെ അവിടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ ഇവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് അങ്ങോട്ട് ലിമിറ്റ് ചെയ്ത്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ കോണ്ടാക്ട്സ് ഒന്ന് ലിമിറ്റ് ചെയ്യുക. നിങ്ങളുടെ സമാധാനം പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി ഫൈനലായിട്ട് ഒന്നുകൂടെ പറയാനുള്ളത്, കൈൻഡ്നെസ് ഡസ് നോട്ട് മീൻ അലോവിങ് ഡിസ്റെസ്പെക്റ്റ്. അതായത് നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളെ അനുവദിക്കുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും കൈൻഡ്നെസ് അല്ല. അതല്ല അതിൻ്റെ അർത്ഥം. കൈൻഡ്നെസ് എന്ന് പറയുന്ന അർത്ഥം ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ മാനിപ്പുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നമുക്ക് അവിടെ കൈൻഡ്നെസ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എന്നാൽ ഞാൻ പറയാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ തന്നെ ഉണ്ടാവും കൂടെ. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ ബോൾഡാക്കാൻ നോക്കുക കേട്ടോ. പിന്നെ അത് ഇങ്ങനെയുള്ള റിയൽ ലൈഫ് പ്രോബ്ലംസിനെ കുറിച്ചിട്ടും ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കേട്ടോ. താങ്ക്